നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ യാത്ര ചെയ്തു. ആ KSRTC ബസ് AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്നാണ്. പുതിയ ബസ്സാണ്. നമ്മുടെ സ്വന്തം ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അധികാരമേറ്റതിന് ശേഷം KSRTCക്ക് വേണ്ടി രംഗത്തിറക്കിയ ബസ്സാണത്. ബസ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല ബസ്സൊക്കെയാണ്. യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാല് നീട്ടി വെക്കാൻ ഈ ബസ്സിന് ഉള്ളിലെ ആ ഒരു സീറ്റുകൾ തമ്മിലുള്ള അകലം ഒരു സ്വല്പം കൂടെ വേണമായിരുന്നു. അപ്പോൾ കാല് നീട്ടി വെക്കാനുള്ള ഒരു അസൗകര്യമുണ്ട് മറ്റു ബസ്സുകളെ അപേക്ഷിച്ച്. ഈ സാധാരണ ലോ ഫ്ലോർ ബസ്സുകളിലൊക്കെ ഈ കാല് നീട്ടി വെക്കാനൊക്കെയുള്ള അത്ര ഒരു അകലമെങ്കിലും ഇതിലും വേണം. ഇത് നമ്മുടെ സാധാരണ ഈ ഓർഡിനറി ബസ്സുകളിലെ സീറ്റ് പോലെ ആയിപ്പോയി. അതുപോലെ സീറ്റും പുഷ്ബാക്ക് സീറ്റാണ്, പക്ഷേ സീറ്റ് ഇരിക്കാനൊക്കെ ഇല്ല, കൊരണ്ടിയുടെ പുറത്ത് ഇരിക്കുന്ന പോലെ ആയിപ്പോയി. സീറ്റിൽ ഇച്ചിരി കുഷ്യനൊക്കെ വെച്ച് ഇച്ചിരി നല്ലൊരു സീറ്റ് വേണമായിരുന്നു. നമ്മൾ പുറത്തൊക്കെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ അവിടുത്തെ ലക്ഷറി ബസ്സുകളിലൊക്കെ ഉള്ള സീറ്റുകളെന്ന് പറഞ്ഞാൽ നല്ല പുഷ്ബാക്ക് സീറ്റുകളാണ്. അതിന് തിരിക്കാനൊരു സുഖമുണ്ട്. ഇതെന്ന് പറയുന്നത് ഇരുന്നാൽ നമുക്ക് നടുവേദന ഇല്ലാത്തവർക്ക് നടുവേദന എടുത്തു പോകും. ഇത്രയും ദീർഘദൂര യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണെങ്കിൽ ഇത് ദീർഘദൂര സർവീസാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്കുള്ള ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൽ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് കയറി. ട്രാഫിക് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് 6 മണിയായി തൃശ്ശൂരെത്തിയപ്പോൾ. 6 മണി കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ ബ്ലോക്കായിരുന്നു. 3:50 തൃശ്ശൂർ എത്തുമെന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് കയറിയത്. സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ 8 മണിക്ക് തമ്പാനൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണ് വൈകിട്ട് രാത്രി 8 മണിക്ക് സന്ധ്യയ്ക്ക് 6 മണിക്ക് തൃശ്ശൂരിലെത്തിയത്. അത് തന്നെ 6:25 മറ്റോ വീണ്ടും അത് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടണം. അത് പുറപ്പെട്ടാൽ വെളുപ്പിനെ 2 മണിക്കോ 3 മണിക്കോ കണ്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇത് സെൻട്രൽ ഡിപ്പോയിലെ വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ തമ്പാനൂർ ഡിപ്പോയിലെ വണ്ടി. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് അതിലെ ജീവനക്കാർക്കാണ്. രാവിലെ 8 മണിക്ക് ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിൽ അവരുടെ കസ്റ്റഡിയിൽ ആ വണ്ടി കിട്ടുന്നത് ഒരു 7 മണി കഴിയുമ്പോൾ അവരുടെ കസ്റ്റഡിയിൽ വണ്ടി കിട്ടും. അപ്പം അവർ 7 മണിക്ക് മുമ്പേ വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. അവർ 7 മണിക്ക് മുമ്പ് അവർ ദൂരെയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഇറങ്ങി തയ്യാറായിട്ട് വേണം അവർ രാവിലെ 7 മണിക്ക് മുമ്പ് അവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് 8 മണിക്ക് വണ്ടി അവരുടെ കയ്യിൽ കിട്ടി. 7 മണിക്ക് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് വണ്ടി കയ്യിൽ കിട്ടി. 8 മണിക്ക് അവർ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടണമെങ്കിൽ അവർ ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ വരുന്ന അതിലെ ജീവനക്കാർ, കണ്ടക്ടറും ഡ്രൈവറും, ഈ 2 ജീവനക്കാരും അവർ തൃശ്ശൂരിലെത്തിയിട്ട് തിരിച്ച് അവർ തിരുവനന്തപുരത്ത് ഈ ബസ്സും കൊണ്ട് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വെളുപ്പിന് 2-3 മണിയെങ്കിലും ആവും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിലും കൂടുതലാവും. അവരുടെ ഒരു കഷ്ടപ്പാട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവർക്കൊരു വിശ്രമമില്ല. ഇങ്ങനെ വിശ്രമമില്ലാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ആ ഡ്രൈവർക്ക് എന്തുമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിലുള്ള ഒരു പീഡനമല്ലേ? അത് ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിശ്രമമില്ലാതെ രാവിലെ 8 മണി തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണി വരെയൊക്കെ അവർ വണ്ടി ഓടിക്കുക. എന്തൊരു കഷ്ടമാണ്! ഇങ്ങനെ വിശ്രമമില്ലാതെ വണ്ടി ഓടിക്കുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത്. ഈ വണ്ടി അപകടത്തിൽപ്പെട്ടു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പല വാഹനങ്ങളും അപകടത്തിൽ പെടുന്നത് ഇതുകൊണ്ടാണ്. ജീവനക്കാർക്ക് വിശ്രമം കൊടുക്കണം. അത് കണ്ടക്ടറെയൊക്കെ സമ്മതിക്കണം. ഒരു ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്രക്കാരൻ
ആ സ്റ്റോപ്പിൽ ഏത് സ്റ്റോപ്പിലാണോ എവിടെയാണോ ആ യാത്രക്കാരൻ കയറുന്നത് എന്ന് നോക്കി അതിന് മുൻപേ തന്നെ അവരെ ഇൻഫോം ചെയ്ത്, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ടെലിഫോൺ നമ്പറുകൾ നമുക്ക് കിട്ടും. ക്രൂവിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അത് ബുക്ക് ചെയ്യുമ്പോഴേ കിട്ടത്തില്ല, ഒരു വണ്ടി പുറപ്പെടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് കിട്ടും. നമുക്ക് ബന്ധപ്പെടാം. തിരിച്ച് അവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു കൃത്യമായി ആ യാത്രക്കാരെല്ലാം ബുക്ക് ചെയ്ത, ടിക്കറ്റ് ബുക്ക് ചെയ്ത, റിസർവ് ചെയ്ത, സീറ്റ് റിസർവ് ചെയ്ത യാത്രക്കാരെ മുഴുവൻ അവർ വിളിച്ച് അവർ കയറ്റിക്കൊണ്ട് പോകുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. അതെനിക്ക് കണ്ടപ്പം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു, കൗതുകം തോന്നുകയും ചെയ്തു. അവരെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുപോലെ പക്ഷെ അവർക്ക് അത്രയും അവർ സിൻസിയറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അല്പം വിശ്രമം കൊടുക്കണം. ഇവിടെ 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്നത് 8 മണിക്കൂറാണോ അവരുടെ ഡ്യൂട്ടി? അവർക്ക് പിറ്റേ ദിവസം ചിലപ്പോൾ അവർക്ക് ഓഫ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ യാത്രക്കിടയിൽ അവർക്ക് വിശ്രമം കൊടുക്കണം. 8 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ഇതിലേക്ക് നിങ്ങൾ അവരെ ഡ്യൂട്ടിക്കിട്. അടുത്ത ഒരു ക്രൂവിനെ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കയറ്റി വിടുക. ഇത് എന്തൊരു ഇവരുടെ ആ ജോലിഭാരം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർ തന്നെ അസുഖക്കാരാവുന്നത്. KSRTC ഡ്രൈവർമാർ നിത്യരോഗികളല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്. നമുക്ക് ചുറ്റുമുള്ള KSRTC ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയൊക്കെ ഒന്ന് എടുത്തു നോക്കും. അവർ നിത്യരോഗികളാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരെ പിന്നെ ഒന്നിനും കൊള്ളില്ല. പിന്നെ അതുപോലെ തന്നെ മദ്യപിക്കുന്നതിനെതിരെയൊക്കെ നമ്മുടെ മന്ത്രി വളരെ വലിയ വായിലൊക്കെയാണ് അദ്ദേഹം വർത്തമാനം പറയുന്നത്. അവരൊക്കെ മദ്യപിച്ച് പോകും. അവരുടെ യാത്രാക്ഷീണം അങ്ങനെയാണ്, അവരുടെ ജോലി ക്ഷീണം അങ്ങനെയാണ്, ജോലിഭാരം അങ്ങനെയാണ്. അവർ മദ്യപിച്ച് പോകും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ പൊന്നു മന്ത്രി, നിങ്ങൾ നല്ലൊരു ഭരണാധികാരിയൊക്കെയാണ്, സമ്മതിച്ചു. നിങ്ങളുടെ ഭരണത്തിലൊന്നും കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് പലതും തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെ ആകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെ ആകരുത്. ജീവനക്കാരെ പീഡിപ്പിക്കരുത്. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളൊരു മാടമ്പി സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവനക്കാരെ, KSRTC ജീവനക്കാരെ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്കെതിരെ നിങ്ങൾ ആയൂര് വെച്ച് നിങ്ങൾ ഒരു ബസ് തടഞ്ഞു നിർത്തി അതിന്റെ ഫ്രണ്ടിൽ കിടന്ന വെള്ളക്കുപ്പികളൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ നിങ്ങൾ ഒരുപാട് മോശമായി പെരുമാറി, ഒരുപാട് നിങ്ങൾ പരിഹസിച്ചു, ഒരുപാട് നിങ്ങൾ തെറി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു. ഒരുപാട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. നിങ്ങൾ അവരോട് ചൂടായി. നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള ജീവനക്കാരെ നിങ്ങൾ ചേർത്ത് നിർത്തണം. അല്ലാതെ ജീവനക്കാർ നിങ്ങളുടെ അടിമകളൊന്നുമല്ല. നിങ്ങൾ ഏതാണ്ട് വലിയ മാടമ്പിയും മറ്റുള്ളവരൊക്കെ ജീവനക്കാരെല്ലാം വെറും അടിമകളുമാണെന്ന് ധരിക്കരുത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. ജീവനക്കാർക്ക് അർഹമായ വിശ്രമവും അവർക്ക് അർഹമായ വേതനങ്ങളും എല്ലാം എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കൊടുക്കണം. നിയമപരമായിട്ടുള്ളത്. അന്യായമായി ചെയ്യണമെന്ന് പറയുന്നില്ല, ന്യായമായിട്ടുള്ളത് മാത്രം മതി. അന്യായമായി നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരെ പിഴിയുക. നിങ്ങൾ ചെയ്യുന്നത് അവരോട് ക്രൂരതയാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ബസ്സുകൾ നിർത്തുന്നത്, ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുന്ന കുറേ ഹോട്ടലുകളുടെയൊക്കെ പേരുകളൊക്കെ നിങ്ങൾ പുറത്തു വിട്ടിരുന്നു. ഈ ബസ്സും ഞാൻ യാത്ര ചെയ്ത ഈ ബസ്സും കുറവലങ്ങാട്, കടുത്തുരുത്തിയിലോ കുറവലങ്ങാടോ കണ്ട് ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി നിർത്തിയിരുന്നു. അല്പമൊക്കെ ഈ വൃത്തിയും ചെയ്തൊക്കെ ഉള്ള ഹോട്ടലുകളുടെ മുന്നിൽ നിർത്തണം. ഇതുള്ള വെറും ഒന്ന് തരംതാണ ഹോട്ടലുകളിലൊന്നും നിർത്തരുത്. പുറമേയൊക്കെ കണ്ട വലിയ ഇതൊക്കെ തോന്നും. പക്ഷേ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് അവിടുത്തെ വൃത്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ, അത് സ്ത്രീകളായ യാത്രക്കാരുള്ള ബസ്സാണ്. സ്ത്രീകൾക്കൊക്കെ പോകാൻ പറ്റിയ ബാത്റൂമാണോ ടോയ്ലറ്റാണോ അതെന്നൊക്കെ ഒന്ന് ചിന്തിക്കണം, ഒന്ന് നോക്കണം, ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം ഈ പാനലിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താൻ. അതും വല്ല ഇടപാടുകളുണ്ടോ അതിൻ്റെ പിന്നിൽ എനിക്കറിയില്ല. ഇടപാടുകളില്ലാത്ത കാര്യങ്ങൾ KSRTCയിലോ ഗതാഗത വകുപ്പിലോ ഇല്ലെന്നാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് അതും കൂടെ ഒന്ന് നേരെ ചൊവ്വയാക്കിയാൽ വളരെ വൃത്തിയാണ്. നമ്മുടെ ബസ്സൊക്കെ നല്ലതാണ്.
സമയമൊക്കെ നല്ലതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതും കൂടെ, ഈ പോരായ്മകളൂടെ നിങ്ങൾ അടിയന്തരമായി നിങ്ങളുടെ ശ്രദ്ധ പതിയണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്.